അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് വരുന്നത്. സ്കൂൾ വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാവരും തറവാട്ടിൽ നേരത്തെ എത്തിയിരുന്നു. ആളും ആരവവും ഒക്കെയായി നല്ലൊരു ഓളം തന്നെയായിരുന്നു അത്. അല്ലെങ്കിലും അമ്മ വീട്ടിൽ പോകുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം വെക്കേഷൻ സമയത്ത് അമ്മുവും വരും തറവാട്ടിൽ നിൽക്കാൻ. അമ്മയുടെ ആങ്ങളയുടെ മോളാണ് അമ്മു, എൻ്റെ മുറപ്പെണ്ണ്. ഞങ്ങൾ സമപ്രായക്കാരാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ അവളെനിക്ക് ജീവനാണ്. അവൾക്കും അതെ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അമ്മയുടെ തറവാട്ടിൽ പോകാൻ തിടുക്കമാകും. അമ്മുവിനൊപ്പം അവധിക്കാലം അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ ഇത് മാത്രമായ കൊച്ചു ലോകത്തിൽ വിരഹിച്ചങ്ങനെ. മറ്റു കുട്ടികൾ ആരും ഒപ്പമില്ലാത്തപ്പോൾ അമ്മുവിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ. അവളും തരും എനിക്ക് മുഖം നിറയെ ഉമ്മകൾ. പ്രണയത്തിനും ചുംബനത്തിനും ഇത്രയും മധുരമുണ്ടെന്നറിഞ്ഞത് അമ്മുവിലൂടെയാണ്. അടുത്ത ഒരു വർഷക്കാലം ഞങ്ങൾക്ക് പരസ്പരം ഓർത്തിരിക്കാൻ സഹായകമാകുന്നത് ഇത്തരം മധുരിക്കുന്ന ഓർമ്മകൾ മാത്രമാണ്. ഇത്തവണ അമ്മുവിനെ ഒറ്റയ്ക്ക് കിട്ടുമോ എന്ന് സംശയമാണ്. കാരണം ചേട്ടൻ്റെ കല്യാണം ആയതുകൊണ്ട് വീട് നിറച്ചു ആളുകളാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അനന്തു. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്നു. അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒറ്റ മകനാണ്. അമ്മുവും ഒറ്റമോളാണ്. വൈകുന്നേരം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ടാക്സിക്കാരിൽ തറവാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ മനസ്സ് നിറയെ അവളെ കാണാൻ തുടികൊട്ടുകയായിരുന്നു. മുറ്റത്ത് വണ്ടി നിർത്തിയതും ആർത്തിയോടെ എൻ്റെ കണ്ണുകൾ അമ്മുവിനെ തിരഞ്ഞു. അതാ എൻ്റെ പാവാടക്കാരി പെണ്ണ് കണ്ണിൽ നിറച്ച പ്രണയത്തോടെ വഴിക്കണ്ണുമായി മുകളിലെ സോപാനത്തിലിരിക്കുന്നു. എന്നെ കണ്ട് വിടരുന്ന മിഴികൾ. ഒരു വർഷത്തെ ഞങ്ങളുടെ വിരഹത്തിന് അവസാനമായിരിക്കുന്നു. ഇനി അടുത്ത ഒരു കൊല്ലത്തേക്ക് ഓർമ്മിക്കാനുള്ള നല്ല നിമിഷങ്ങൾ നെയ്തെടുക്കണം. ഇനിയുള്ള 2 മാസം തറവാട്ടിലൊരു ഉത്സവമേളം തന്നെയാണ്. ബന്ധുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. അമ്മു തലേന്ന് എത്തിയെന്ന് അമ്മായി അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ബാഗുമായി ഞാൻ ഗോവണി കയറി മുകളിലേക്ക് പോയി. റൂമിൽ കൊണ്ട് ബാഗ് വെച്ച് തിരിയുമ്പോൾ പിന്നിൽ അമ്മു വന്ന് നിന്നിരുന്നു. രാവിലെ ഞാൻ വന്നപ്പോൾ തൊട്ട് നിന്നെ നോക്കിയിരിക്കുക. കാത്തിരുന്നെൻ്റെ കണ്ണു കഴിച്ചു. ഒടുവിൽ നീ വന്നൂല്ലോ. മുത്തു പൊഴിയും പോലെ അവൾ ചിരിച്ചു. ഇങ്ങോട്ട് വാ പെണ്ണെ, എത്രയായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞാൻ അവളെ എൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്നാണ് ഗോവണി കയറി ആരൊക്കെയോ വരുന്ന ശബ്ദം ഞങ്ങൾ കേട്ടത്. വേഗം അകന്നു മാറി അമ്മു. അപ്പുറത്തേക്ക് ഓടിപ്പോയി. മുറിയിലേക്ക് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ ബാഗുകളുമായി കയറി വന്നു. ഇവനങ്ങ് വളർന്ന് വലിയ ചെക്കനായാലോടാ. മാമൻ എന്നെ വന്ന് ചേർത്ത് പിടിച്ച് അച്ഛനോട് പറഞ്ഞതാണ്. 10ാം ക്ലാസ് എത്തിയില്ലേ ചേട്ടാ? അച്ഛൻ ചിരിക്കുന്നു. ആള് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇത്തിരി തടിയും വെച്ചു. എൻ്റെ പിൻഭാഗത്ത് കൈയോടിച്ച് മാമൻ അച്ഛനോട് അങ്ങനെ പറയുമ്പോൾ മാമൻ്റെ തലോടൽ എന്നിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. എൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി ഞാനതത്ര കാര്യമാക്കിയില്ല. അമ്മുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്നും മാമൻ്റെ കൈ വിടുവിച്ച് ഞാൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. പെൺപിള്ളാരുടെ നടുവിലിരുന്ന് എന്തൊക്കെയോ സൊറ പറഞ്ഞ് ചിരിക്കുകയാണ് അവൾ. ഞാൻ അവളെ കണ്ണുകൊണ്ട് കുളപ്പടവിലേക്ക് വരാൻ ക്ഷണിച്ചു. 1/2 മണിക്കൂറായി കുളത്തിലേക്ക് കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ട് അമ്മു വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. സോറി അനന്തു, എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടായി. ഞാൻ പാവാട തുമ്പ് ഉയർത്തിപ്പിടിച്ച് എനിക്കരികിലേക്ക് പടികളിറങ്ങി വരുമ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് തോന്നി. അവളെ കൈപിടിച്ച് അടുത്തേക്കിരുത്തി ഞാൻ. കുറച്ച് നിമിഷത്തേക്ക് ഞാൻ അവളെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. കരിമഷി എഴുതിയ അമ്മുവിൻ്റെ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലെ തുടുത്ത ചുണ്ടുകൾ എന്നിൽ എന്തൊക്കെയോ വികാരങ്ങൾ സൃഷ്ടിച്ചു. അമ്മു, എനിക്കൊരു ഉമ്മ തരോടി നീ. എന്തൊരു കണ്ണാ നിൻ്റെ നോട്ടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിൻ്റെ ചുണ്ട് കണ്ട കടിച്ച് തിന്നാൻ തോന്നുന്നു. അമ്മുവിൻ്റെ മുഖത്ത് നാണം വന്നു. മുഖം തുടുത്തു ചുവന്നു. ആരെങ്കിലും കാണുമോ അനന്തു? ഒന്ന് കണ്ടു മിണ്ടണമെന്ന് കരുതി വന്നേ ഉള്ളൂ ഞാൻ. കല്യാണം കഴിയും വരെ ഇവിടെ ആളും ബഹളവും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കണ പോലെ ഇനി പറ്റിയെന്നും വരില്ല. പേടിയോടെ അവൾ നാലുപാട് നോക്കുമ്പോൾ ഞാൻ അമ്മുവിൻ്റെ കൈ പിടിച്ച് മറപ്പുരയിലേക്ക് നടന്നു കഴിഞ്ഞു. അവിടെ വെച്ച് ആരും കാണാതെ ഞങ്ങൾ പരസ്പരം ഗാഢമായി ചുംബിച്ചു. അവളെ എത്ര നുകർന്നിട്ടും എനിക്ക് മതിവരുന്നില്ലായിരുന്നു. അവളുടെ മുഖത്തു നിന്നും എൻ്റെ ചുണ്ടുകൾ മെല്ലെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. കൈകൾ അവളുടെ വിടർന്നു തുടുത്ത മാറിടങ്ങളിൽ മെല്ലെ അമർന്നു. ഞെരക്കത്തോടെ അമ്മു എന്നിലേക്ക് പറ്റിച്ചേർന്നു. എൻ്റെ സ്പർശനത്തിൽ അവൾ തരളിതയായി. അനന്തു എന്ന് കുറുകി അവൾ എന്നെ ഇറുകി പുണർന്നു. അവളോട് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. കൊച്ചു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഇക്കിളി കഥകൾ മനസ്സിലേക്ക് വന്നു. ആദ്യമായാണ് ഇത്രയൊക്കെ അവളുമായി അടുക്കുന്നത്. അമ്മുവിൻ്റെ സഹകരണം കൂടിയായപ്പോൾ എനിക്ക് ആവേശമായി. ശരീരമാകെ വിറപൂണ്ടതുപോലെ അമ്മു തളർന്ന് എൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. അനന്തു, മതി,
എനിക്ക് എന്തോ പോലെ ആവുന്നു. ഇത്രയ്ക്കൊന്നും വേണ്ടാട്ടോ, നമ്മൾ ചെയ്യണ തെറ്റാ. അവളുടെ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങിയ എന്നെ അമ്മു തടഞ്ഞു. എതിർക്കാൻ ഞാനും ശ്രമിച്ചില്ല. അത്രയും നിമിഷത്തിൽ അനുഭവിച്ച സുഖത്തിൽ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ഒരിക്കൽ കൂടി അമ്മുവിനെ ചുറ്റിപ്പിടിച്ച് ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു ഞാൻ. കൊതി തീരെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന ശേഷമാണ് അവൾ തറവാട്ടിലേക്ക് കയറിപ്പോയത്. പോകുമ്പോൾ പെണ്ണിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു പോയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു അത്. പക്ഷേ എൻ്റെ സന്തോഷം രാത്രി വരെ മാത്രമേ നീണ്ടുള്ളൂ. സുഖവും ദുഃഖവും ഞാൻ ഒരുമിച്ചറിഞ്ഞൊരു ദിവസം. ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ആ രാത്രി എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ അമ്മുവിനെ മനഃപൂർവ്വം എനിക്ക് മറക്കേണ്ടി വന്നു. അത് കാരണം രാത്രി മാമനരികിലാണ് ഉറങ്ങാൻ കിടന്നത്. ഭാവിയിൽ എൻ്റെ അമ്മായി അച്ഛനാകേണ്ട ആൾ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനമുള്ളയാൾ. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരുട്ടിൽ ആരും അറിയാതെ അയാൾ എൻ്റെ സ്വകാര്യ ഭാഗം പിടിച്ചമർത്തി. അറിയാതെ വേദന കൊണ്ട് ഒച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പുതപ്പ് കൊണ്ട് വായ മൂടി. ആ രാത്രി മാമൻ്റെ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ചെവിയിൽ ഭീഷണി മുഴക്കി. അയാളുടെ രതിവൈകൃതം സഹിച്ച് വേദന കടിച്ചമർത്തി പേടിച്ച് ഞെരങ്ങി ആ രാത്രി തളർന്നു കിടന്നു. പിന്നീട് ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ അയാൾ എന്നെ ഉപദ്രവിച്ചു. അതോടെ മാമനോട് അടങ്ങാത്ത വെറുപ്പായി. കൊല്ലാനുള്ള ദേഷ്യം തോന്നി. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അമ്മുവിനെ ഫേസ് ചെയ്യാൻ വയ്യാതെയായി. അവളെ അവഗണിച്ചു. അല്ലെങ്കിൽ എല്ലാം അവളോട് തുറന്നു പറഞ്ഞു പോയേനെ. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും പേടിയുണ്ടായിരുന്നു. മാമനോടുള്ള വെറുപ്പ് കാരണം ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതും അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി. പിന്നെയൊരു വെക്കേഷനും തറവാട്ടിലേക്ക് പോയില്ല ഞാൻ. എൻ്റെ പിണക്കത്തിൻ്റെ കാര്യം അറിയാതെ അമ്മ കുറേ സങ്കടപ്പെട്ടു. കരഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ നടന്നു ചോദിച്ചു. ആരോടും ഒന്നും പറയാൻ തോന്നിയില്ല. ആ രാത്രി എൻ്റെ മനസ്സിൽ എന്തോ ഒരു പേടി കടന്നുകൂടിയിരുന്നു. പിന്നെയുള്ള പഠിത്തം, ബോർഡിംഗ് സ്കൂൾ മതിയെന്ന് വാശി പിടിച്ച് ഞാൻ എല്ലാവരിൽ നിന്നും അകന്നുപോയി. ഞാനൊരു ചതിയനാണെന്ന് കരുതി അമ്മുവും എന്നെ വെറുത്ത് കാണണം. ഞാൻ വെറുക്കപ്പെടുന്ന ഒരുവൻ്റെ മകളായ കാരണം കൊണ്ട് മാത്രമാണ് അമ്മുവിനെ ഒന്ന് കാണാനോ മിണ്ടാനോ ശ്രമിക്കാതെ അവളിൽ നിന്ന് ഞാൻ അകന്നത്. അന്നത്തെ ആ മാനസികാവസ്ഥയിൽ ആരോടും ഇതൊന്നും പറയാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അമ്മുവിനോട് എനിക്കിഷ്ടക്കുറവ് ഒന്നുമില്ലായിരുന്നു. അവളെൻ്റെ പ്രാണനായിരുന്നു. എങ്കിലും അവളെ കാണുന്ന നിമിഷം അയാളുടെ വൃത്തികെട്ട പ്രവർത്തികൾ എനിക്ക് ഓർമ്മയിൽ വരും. അതെൻ്റെ സ്വസ്ഥത കെടുത്തും. അതുകൊണ്ട് മാത്രം അവളെ മറക്കാൻ ഞാൻ നിർബന്ധിതനായി. ഈ ദുഃഖം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, ഇതായിരിക്കും എൻ്റെ വിധിയെന്ന് കരുതി സമാധാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.